പലസ്തീനിനെതിരായ ഇസ്രയേലിന്റെ കൊലവിളി തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് എല്ലാ കണ്ണുകളും റാഫയിൽ എന്നർത്ഥം വരുന്ന ഓൾ ഐസ് ഓൺ റാഫ ക്യാമ്പയിൻ ലോകം ഏറ്റെടുത്തത്. ദേശീയ തലത്തിൽ രോഹിത് ശർമ്മയുടെ ഭാര്യ ഋതിക, തെന്നിന്ത്യൻ നടി സാമന്ത, സോനം കപൂർ, കേരളത്തിൽ ദുൽഖർ സൽമാൻ, കീർത്തി സുരേഷ്, നിഖില വിമൽ, ബേസിൽ ജോസഫ്, അനാർക്കലി, അങ്ങനെ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ ഈ ക്യാമ്പയിനിൽ പങ്കാളികളായിട്ടുണ്ട്. റാഫയിലെ നിരായുധരായ അഭയാർത്ഥികൾക്കുമേൽ ഇസ്രയേൽ ബോംബ് വർഷം രൂക്ഷമാക്കിയതോടെയാണ് ഈ ക്യാമ്പയിൻ ലോകം ചർച്ചയാക്കിയത്. ലോകരാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും പ്രതിഷേധം തെല്ലും വില കൽപ്പിക്കാതെയാണ് ഇസ്രയേലിന്റെ പലസ്തീൻ ആക്രമണം തുടരുന്നത്. അടുത്തിടെ റാഫയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ബോംബിട്ട് 45 പേരെയാണ് ഇസ്രയേൽ കൊന്നൊടുക്കിയത്. ഇതടക്കമുള്ള ഇസ്രയേലിന്റെ കൂട്ടക്കുരുതികൾ ചൂണ്ടിക്കാട്ടിയാണ് ലോകം റാഫയ്ക്ക് പിന്തുണയർപ്പിക്കുന്നത്. ആഗോളതലത്തിൽ ഇതുവരെ സെലിബ്രിറ്റികളും ഫുട്ബോൾ താരങ്ങളും അടക്കം ഏകദേശം 22 ദശലക്ഷം പേരാണ് ഓൾ ഐസ് ഓൺ റാഫ പോസ്റ്റുകൾ ഷെയർ ചെയ്തത്. ഇസ്രയേലിന്റെ ക്രൂരതയെ തുറന്നുകാട്ടുകയും പലസ്തീനിന് പിന്തുണ അർപ്പിക്കുന്നതുമായുള്ള ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് ഓൾ ഐസ് ഓൺ റാഫ. ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിയിൽ ഗാസയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 36,096 കണക്കുകൾ ഇങ്ങനെ ഇരിക്കെയാണ് ഇസ്രയേലിന്റെ മനുഷ്യത്വരഹിതമായ നീക്കം തുടരുന്നത്. റാഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ കത്തിയമർന്നത് പലസ്തീൻ സൈന്യത്തിന്റെ തന്നെ ഉഗ്രശേഷിയുള്ള ആയുധങ്ങൾ കൊണ്ടാണെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. പലസ്തീനികളെ കൂട്ടക്കുരുതി നടത്തുന്നതിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്ന ന്യായം പോലും വിചിത്രമാണ്. തങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കാനാണ് ആക്രമണം നടത്തുന്നതെന്നാണ് അവരുടെ ന്യായം. ഇക്കഴിഞ്ഞ മെയ് 6 ആക്രമണം ആരംഭിച്ചതോടെ റാഫയിൽ നിന്ന് 1 ദശലക്ഷത്തിലധികം പേരാണ് പലായനം ചെയ്യപ്പെട്ടത്. പലസ്തീൻ അഭയാർത്ഥികളെ സഹായിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 1 മാസത്തോളമായി ഇസ്രയേലിന്റെ ആക്രമണം നടക്കുന്ന റാഫയുടെ വിവിധ ഇടങ്ങളിലേക്ക് ഇസ്രയേൽ യുദ്ധ ടാങ്കുകൾ പ്രവേശിപ്പിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോഴാണ് പലസ്തീന്റെ ആയുധങ്ങൾ തന്നെയാണ് റാഫയിൽ സ്ഫോടനം ഉണ്ടാക്കിയതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു കള്ളം പറയുന്നത്. സാധാരണക്കാരെ കൊന്നൊടുക്കിയ സംഭവത്തിൽ UN രക്ഷാസമിതി ചർച്ച ചെയ്യണമെന്ന് ലോക നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് നിലപാട് വ്യക്തമാക്കി. ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്നും ഭീകരത അവസാനിപ്പിക്കണമെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതേസമയം സ്പെയിൻ, നോർവേ, അയർലൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനിനെ രാഷ്ട്രമായി അംഗീകരിച്ച് രംഗത്തെത്തിയത് ആശ്വാസകരമാണ്. ഇസ്രയേലിന്റെ ഭീഷണി നിലനിൽക്കെയാണ് ഈ നിലപാടെന്നതും ശ്രദ്ധേയമാണ്.